Good afternoon. Good afternoon, ma'am. Afternoon. Afternoon, ma'am. Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good Good afternoon, afternoon, ma'am. സ്ക്രീനിൽ കാണുന്നുണ്ടോ നിങ്ങള് PDF കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am.
യെസ് കാണുന്നുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് വന്നുകൊണ്ടാണ് കേട്ടോ. ഇരിക്കുക. ഓക്കെ, പ്രയർസ് മുമ്പ് എടുക്കുള്ളൂ കേട്ടോ. പാടട്ടെ മിസ്. യെസ്. മാം ഇന്ന് അപർണ ടീച്ചർ ക്ലാസ് അല്ലേ? അതെ മിസ് ഇന്ന് ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. പ്രയർ പാടട്ടെ. ആ, Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamonds, and nothing I desire compares with you. Thank you. ഓക്കെ. Okay, dietary requirements. Dietary requirements. മാം സൈൻ ഇൻ ചെയ്യണ്ടേ? സൈനിങ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ ഓർത്താണ് ഞാൻ. നിങ്ങൾ പ്രിപ്പയർഡ് അല്ലാന്ന് ഓർത്താണ് ഉണ്ടാതിരുന്നത് കേട്ടോ. ഞാൻ ചെയ്തോട്ടെ മാം. ആ, പ്രിപ്പയർഡ് ആണ് ചെയ്തോ. Be the change that you wish to see in the world. Sign in by Anjali. വെരി ഗുഡ്. സൈൻ ഔട്ട് ചെയ്യാൻ ഒരാൾ റെഡി ആയിട്ടുണ്ട് അപ്പോ. ഓക്കെ, ഡയറ്ററി റിക്വയർമെന്റ്സ്. നെക്സ്റ്റ് ഭാഗമാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ ഫുഡ്സ് നീഡ്സ് എടുത്തതല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? കംപ്ലീറ്റ്. എന്താണ് ഡയറ്ററി എന്ന് പറഞ്ഞാൽ? ഡയറ്ററി റിക്വയർമെന്റ്സ്. ഡയറ്ററി. ഓക്കെ, ഏതെല്ലാം ഭക്ഷണ ആവശ്യകതകൾ അല്ലെ? ഭക്ഷണ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഏതെല്ലാം ഭക്ഷണങ്ങളാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഫുഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിക്കുന്നതിന്റെ ആവശ്യകതകൾ അല്ലെ? ഇതെല്ലാം ഫുഡ്സുകൾ, അതർ ഫുഡ്സുകൾ വേറെ ഏതെല്ലാം നമ്മുടെ ഡയറ്റില് ഉൾപ്പെടുത്തണം, കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ് ഡയറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഭക്ഷണ ആവശ്യകതകൾ. ഭക്ഷണം ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്, അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മനസ്സിലാക്കുന്ന ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാണാമോ? ഒരാളൊന്ന് വായിച്ചേ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. മാം ഞാൻ വായിക്കാം. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Though the body needs all the nutrients in required proportions, nutrients more important at this age are carbohydrate, protein,
vitamins A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are as follows. Energy 1690 calories per day. calories per day, protein 30 gram per day. ഓക്കെ, എന്താ അവിടെ പറയുന്നത്? കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ്, കാൽഷ്യം, Okay. The nutritional necessity of children depends upon their body size, which is much higher than those for adults. The body needs all nutrients in required proportions. എന്താണ് കുട്ടികൾക്ക് എന്താണ് ആ ഒരു റിക്വയർഡ് ഒരു പ്രൊപ്പോർഷൻ, പ്രത്യേക അളവിലായിരിക്കണം ന്യൂട്രിയൻസ്, അതായത് പോഷകങ്ങള് ചെല്ലുന്നത് അല്ലെ. ഏതൊക്കെ കൂടുതലാണെങ്കിൽ ഏതൊക്കെ തരം ഭക്ഷണങ്ങളാണ് അവരുടെ ശരീരത്തിൽ എത്തിപ്പെടേണ്ടത്, ഏത് തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? മോർ ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് ഏജ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസിൽ ഏതെല്ലാം ഉൾപ്പെടുന്നുണ്ട്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി ആൻഡ് ഡി അല്ലെ. ഏതൊക്കെയാണ് വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ? ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ഓക്കെ. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വൈറ്റമിൻ ഏതാണ്? കണ്ണിന് വൈറ്റമിൻ എ. വൈറ്റമിൻ എ. ഏത് വൈറ്റമിൻ എ അടങ്ങിയ ഒരു ഫ്രൂട്ട് ഏതാണ്? പിന്നെ ക്യാരറ്റ്, ഇലക്കറികള്, ഓക്കെ. ഫിഷ്, ഓക്കെ. പ്രോട്ടീൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തതാണ്. ഓക്കെ. ഇനി കാർബോഹൈഡ്രേറ്റ് ഏത് തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നു? കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങള്, എന്താണ്? ക്ലിയർ അല്ല കേട്ടോ. കിഴങ്ങ് വർഗ്ഗങ്ങള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മീറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് എന്റെ കാർബോഹൈഡ്രേറ്റ് അല്ലെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾക്ക്. ഓക്കെ. പ്രോട്ടീൻസ് നിങ്ങൾക്ക് അറിയാം അല്ലെ. പ്രോട്ടീൻസ് ഏതിലൊക്കെ അടങ്ങിയിരിക്കുന്നു? കൂടുതലും ചിക്കൻ, മീറ്റ്, കടല, അങ്ങനത്തെ പാല്, അതുപോലെ തന്നെ എന്താണ്? മിൽക്ക്, ഫിഷ്, എഗ് അല്ലെ. മുട്ട, പാല്, മറ്റു മാംസ്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണക്രമങ്ങളാണ്. കാൽഷ്യം അടങ്ങിയത് ഏതാണ്? മിൽക്ക്, കേർഡ്, എഗ് വരും. ഫോസ്ഫറസ്, അയഡിൻ ആൻഡ് അയൺ. ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? അയൺ, ഇലക്കറികള്. യെസ്. ഓക്കെ. ബീൻസ്, അയൺ പറയുമ്പോ ലിവറെല്ലാം അയഡിൻ ആൻഡ് അയൺ എന്തൊക്കെ വരുന്നു? അയഡിൻ ആൻഡ് അയൺ ഏതൊക്കെ ഭക്ഷണക്രമങ്ങളാണ്? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുന്നത്? ഡയറി പ്രോഡക്ട്സ്, ഒരാള് പറഞ്ഞേ. ക്രാബ്, ഭക്ഷണം പറഞ്ഞു മോനെ. ക്രാബ്, ഡയറി പ്രോഡക്ട്സ്, എഗ്, ചെറുമത്സ്യങ്ങള്, ഇലക്കറികൾ, ഇലക്കറികള്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? ബീട്രൂട്ട്,
ബീറ്റ്റൂട്ട്, വെജിറ്റബിൾ ഉൾപ്പെടുന്ന. ഓക്കെ, സീ ഫുഡുകളെല്ലാം പറ്റും. യെസ്. ഡയറി പ്രോഡക്ട്സ്, എല്ലാം തന്നെ എന്താണ് അയഡിൻ, ഏറ്റവും കൂടുതൽ അയഡിൻ അടങ്ങി ചെറു മത്സ്യങ്ങൾ അല്ലെ, ചെറു മത്സ്യങ്ങളൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. എനർജി ആൻഡ് പ്രോട്ടീൻ റിക്വയർമെന്റ്സ് ഫോർ 3 to 6 years ഏജ് ഗ്രൂപ്പ് അല്ലെ. ഏത് വയസ്സുള്ള കാലഘട്ടമാണ് പറയുന്നത്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുകാർക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? എനർജി, എനർജി പ്രോട്ടീൻ, ഇത്ര കലോറീസ് വേണം. അതായത് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് എല്ലാ ന്യൂട്രീഷൻസും, അതായത് ഫോസ്ഫറസ്, അയഡിന്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഇത്തരത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അടങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? ഈ ഒരു 3 to 6 years ഉള്ള കുട്ടികൾക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും എത്ര കലോറി ഊർജ്ജമാണ് അവർക്ക് കിട്ടുന്നത്? എത്ര കലോറി ഊർജ്ജമാണ് കിട്ടുന്നത്? 1690 690 കലോറീസ് ആണ് ഒരു ദിവസം ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത്. ഇനി പ്രോട്ടീന്റെ കേസിലോ 30 gram per day. ഒരു ഡേ കിട്ടുന്നത്. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായോ? Yes, ma'am. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻസ് ഒക്കെ എന്താണ് എക്സ്പ്ലനേഷൻ തന്നില്ലേ? ഓർക്കുന്നുണ്ടോ? എഴുതിയെടുത്തിരുന്നോ? എഴുതിയെടുത്തില്ല എന്ന് തോന്നുന്നു. എന്താ മാം? കേട്ടിട്ടില്ല. മാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും തന്നില്ലല്ലോ. ഇല്ല. ബാറ്ററി റിക്വയർമെന്റ്സിന്റെ കുറച്ച് മാം ലീവ് ആണ്, അതുകൊണ്ടാണ് ടീച്ചർ എടുക്കുന്നത്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റഡ് ആയിട്ട് നോട്ട്സ് വേണമോ? എന്താണ് ഫ്രൂട്ട്സ്? വേണം മാം. സെപ്പറേറ്റ് നോട്ട്സ് തരുമോ? സെപ്പറേറ്റ് നോട്ട് വേണം. സെപ്പറേറ്റ് നോട്ട്സ് ഇപ്പൊ കുറച്ച് പോയിന്റ്സുകൾ ഭാഗങ്ങൾ വേണ്ടി നമുക്ക് ഇപ്പൊ വീഡിയോ ക്ലാസ്സിൽ എഴുതിയെടുക്കാം. കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തോ റേഞ്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. മാം ഇവിടെ റേഞ്ച് പ്രശ്നമുണ്ട് മാം, നല്ല മഴയും കൂടെയാ. ആണോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അത് നോട്ട്സ്. അതെ, ഓക്കെ മാം, മതി. ഇങ്ങനെ പറയുമ്പോഴേ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് എഴുതിയെടുക്കുമ്പോഴേ. നോട്ട് ക്ലാസ് റൂമിൽ ഇടാച്ച എഴുതിയെടുക്കാൻ എളുപ്പമാവും. നല്ല മഴയും കാറ്റും ഒന്നും പറ്റുന്നില്ല. മാം ക്ലാസ് റൂമിൽ ഇട്ടിരുന്നാൽ ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇടാനുള്ള ഉദ്ദേശമുള്ളൂ. ഇത് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞെടുത്ത് എഴുതാന്നുള്ളത് ഇപ്പൊ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ചോദിക്കാം. ചോദിക്കുന്നത് ഒരു പാടെടുത്ത് പോർഷൻസ് എടുത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത് പോലെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്. നമ്മളെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 1 വേർഡ് ഉള്ളത് തരും കേട്ടോ. അത് മാത്രം പഠിക്കുക. എന്തായാലും കഴിയാതെ ഞങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നാ മതി നോട്ടായിട്ട് എഴുതാന്. ഒന്നും കേൾക്കുന്നില്ലെന്ന്. മാം അടുത്ത ക്ലാസ്സിൽ തന്നാ മതി മാം. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുക? ഈ 3 to 6 years ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും കലോറീസും എനർജീസ് കൂടുന്നതിന് വേണ്ടി ഇത്രയും ന്യൂട്രീഷൻ ഫുഡ്സുകൾ കൊടുക്കണമെന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് എന്താണ്? Preschoolers' diet should contain sufficient cereals, pulses and variety of vegetables. എന്താണ് പ്രീസ്കൂളേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രീസ്കൂൾ കുട്ടികൾക്ക്
ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? സഫിഷ്യന്റ് സിറൽസ് ആൻഡ് പൾസേഴ്സ്. എന്താണ്? പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, വെജിറ്റബിൾസ് അല്ലെ? വെജിറ്റബിൾസ്. പ്രീ സ്കൂളേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പയറുവർഗ്ഗങ്ങള്, ധാന്യങ്ങള്, പച്ചക്കറികൾ എന്നിവയായിരിക്കും വെറൈറ്റി ടൈപ്സിലുള്ള ഇത്തരം ഭക്ഷണക്രമങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളായിട്ട് കൊടുക്കേണ്ടത്. വെജിറ്റബിൾസ് ക്യാൻ ബി ഐദർ, വെജിറ്റബിൾസ് എല്ലാം ഏത് തരത്തിലുള്ളതായിരിക്കണം? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്താണ്? ഇലക്കറി അല്ലെ? ഇലക്കറികൾ, ചീര, സ്പൈനാച്ച്, ബീൻസ്. അടുത്ത പിന്നെ എന്തൊക്കെയാണ്? മുരിങ്ങയില. പിന്നെ നമ്മളുടെ വേലിച്ചീര അറിയില്ലേ? വേലിയിൽ നിൽക്കുന്ന ചീര കണ്ടിട്ടില്ലേ? ഇവിടെ പറയാ. ഓരോ നാട്ടിലും അതിന് വേറെ പേരായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ വേലിച്ചീര എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? പിന്നെ എന്തൊക്കെയാണ് ഇലക്കറികളിൽ ഉൾപ്പെടുന്നത്? തഴുതാമ എന്ന് പറഞ്ഞൊരു ചീരയുണ്ട്. തഴുതാമ. പിന്നെ ചീരയിൽ തന്നെ 2 തരമുണ്ട് അല്ലെ? ചുമന്നതും ഉണ്ട്, പച്ചയുണ്ട്. കപ്പച്ചീര എന്ന് പറഞ്ഞ ചീരയുണ്ട്. ഉണ്ട്. ഓക്കെ. കൊഴുപ്പ. കൊഴുപ്പ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് കൊഴുപ്പ് അല്ലെ? പക്ഷെ കുട്ടികളൊന്നും അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പലരും അത് ഒഴിവാക്കുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ഗ്രീൻ ലീഫാണ് അല്ലെ? അപ്പൊ ഇലക്കറികളിൽ അത്തരം കാര്യങ്ങളാണ്. ചീര, പലതരത്തിലുള്ള ചീരകൾ ഉൾപ്പെടുന്നു. പിന്നെ അതുപോലെ മുരിങ്ങയില, വളരെ ഗുണമുള്ളതാണ് മുരിങ്ങയില. ഞങ്ങൾ മത്തന്റെ ഇലയും കുമ്പളത്തിന്റെ ഇലയൊക്കെ വെക്കും. ഓക്കെ. പാലക്ക് അല്ലെ? പാലക്ക് കഴിക്കാറുണ്ട് കുട്ടികള്. ഓക്കെ. പൊന്നാങ്കണ്ണി കണ്ണിന് നല്ലതാണ്. കണ്ണിന് നല്ലതാണ് പൊന്നാങ്കണ്ണി. അറിയാവുന്നതൊക്കെ എടുത്ത് കൊടുത്ത് നോക്കട്ടെ കുട്ടികൾക്ക്. അപ്പൊ അതൊക്കെയാണ് എന്തായാലും ഗ്രീനി ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ലൈക്ക് സ്പൈനാച്ച് ആൻഡ് ബീൻസ് എക്സെട്ര. അതുപോലെ എന്താണ്? നാരടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെ? നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെ പെടുന്നുണ്ട്? ബീൻസ്, ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച്. ഓക്കെ. യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്. ഇനി കളർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ക്രമങ്ങൾ, അതായത് ഓരോ പച്ചക്കറിക്കും വെജിറ്റബിൾസിനും എന്താണ് ഓരോരോ സെപ്പറേറ്റഡ് കളേഴ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്. യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസിൽ ഏതൊക്കെ വരുന്നുണ്ട്? പൊട്ടറ്റോ, മാംഗോ, പപ്പായ, എന്താണ്? മത്തൻ. ഓക്കെ. ഈ കുട്ടികള് പപ്പയ്ക്കും വെച്ചിട്ട് കറി കഴിക്കാത്തവർക്ക് എന്താണ് നമ്മൾക്കത് പായസമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഈ ഡെസേർട്ട് ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ ടേസ്റ്റ് ആണ്. മത്തങ്ങയാണെന്നൊന്നും ടേസ്റ്റ് നമുക്ക് തോന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷണം കുട്ടികളെ എത്തിക്കാനായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം ഉണ്ടാക്കാം. അതൊക്കെ ആകുമ്പോ അവര് വളരെ ഇഷ്ടത്തോടെ കഴിക്കും അല്ലെ? പായസം കുട്ടികൾക്ക് മത്തങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഓക്കെ. വേവിച്ച് പാലും കൂട്ടി ചേർത്ത് അടിച്ചാ നല്ല ടേസ്റ്റാ. പിന്നെ ദോശയിൽ ഞങ്ങൾ അരച്ച് ചേർക്കാറുണ്ട്. ഓക്കെ. മത്തങ്ങയാണെന്നും കൂടെ തോന്നൂല ജ്യൂസ് ആക്കിയാലേ. മത്തങ്ങ ആദ്യം വേവിക്കണം, എന്നിട്ട് പാലും കൂട്ടി അടിച്ചാ മതി. ക്യാരറ്റും അങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് മാം. നമുക്ക് ക്യാരറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അല്ലെ? ക്യാരറ്റ് ഹൽവ. പിന്നെ നമ്മൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നൂഡിൽസ് കൊടുക്കാൻ പാടില്ലെങ്കിലും നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് അതിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലെ? ക്യാരറ്റ്, ബീൻസ്. മാം അതേപോലെ ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ സ്ലൈസ് ചെയ്ത് നമ്മുടെ ദോശമാവ് റെഡിയാക്കുന്നതിൽ തന്നെ ഇട്ടിട്ട്. എന്താ വേറൊരു പേര് പറയാലോ? ഉത്തപ്പോ അങ്ങനെ എന്തല്ലേ പറയുന്നത്? യെസ്. ഓക്കെ. അപ്പൊ എങ്ങനെയെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ അവരുടെ ഭക്ഷണം കഴിക്കും. അപ്പൊ എന്തൊക്കെയാണ്? ഓറഞ്ച് വെജിറ്റബിൾസ് വെച്ചാൽ ക്യാരറ്റ്സ് ആൻഡ് പംകിൻ.
Then citrus fruits like musambi, orange, gooseberry and citrus fruits എന്ന് പറയുന്നത് എന്താണ്? സിട്രസ് എന്താണ്? പുളിപ്പില്ലത്. പുളിപ്പടങ്ങിയ ഫ്രൂട്ട്സ് ഏതാണ്? അതിൽ മുസംബി, മുസംബി, ഓറഞ്ച്, എന്താണ്? പുളിപ്പടങ്ങിയ ഭക്ഷണങ്ങൾ സിട്രസ് ഫ്രൂട്ട്സുകളാണ് കേട്ടോ. ലെമൺ പുളിപ്പടങ്ങിയ ഭക്ഷണക്രമങ്ങളെല്ലാം തന്നെ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ എന്താണ്? സിട്രസ് ഫ്രൂട്ടുകളാണ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? മുസംബി, ഓറഞ്ച്, ഗോസ്ബെറി ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് സച്ച് ആസ്. യെല്ലോ ഫ്രൂട്ട്സിൽ ഏതൊക്കെയാണ് വരുന്നത്? മാംഗോ ലെമൺ മാംഗോ, പപ്പായ, മാംഗോ മാംഗോ മാത്രമേ ഡൗട്ട് ഉണ്ട്. ബനാന, ബനാന, പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, ഓക്കെ, പൈനാപ്പിൾ, പേരക്ക, വരില്ലേ? ഗ്രേപ്സ്, പിയേഴ്സ്, മഞ്ഞ കളർ പിയേഴ്സിൽ. ഓക്കെ, സ്ട്രോബെറി, ബെറീസ് ഐറ്റംസ്, ഗൂസ്ബെറി. ഓക്കെ, മാം സ്റ്റാർ ഫ്രൂട്ട്, ഫ്രൂട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞോ. ഷമാമ്. മാം യെല്ലോ കളർ വാട്ടർ മെലൺ അല്ലേ? യെല്ലോ കളർ വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഷമാമുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണ് പിന്നെ? അത് മത്തന്റെ ടേസ്റ്റ് തന്നെ, തണ്ണിമത്തന്റെ ടേസ്റ്റ് തന്നെ യെല്ലോ. മുട്ടപ്പഴം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുട്ടപ്പഴം നമ്മളെ വീടിന്റെ അടുത്തുണ്ട്. എഗ് ഫ്രൂട്ട്, മാം അത് പാഷൻ ഫ്രൂട്ട് ആണോ? ലെമൺ പറഞ്ഞില്ലായിരുന്നു? ലെമൺ അത് വരുന്നുണ്ട്. ലെമൺ ഞാൻ പറഞ്ഞു ലെമൺ. ഓക്കെ, ഷമാമ്, പൈനാപ്പിൾ, നമ്മൾ പറയുന്നത് യെല്ലോ ഫ്രൂട്ട്സ് ആണ് പറയുന്നത്. യെല്ലോ പ്ലംസ്, ഓക്കെ, നിങ്ങൾക്കറിയാം. ബംബ്ലൂസ് നാരങ്ങയൊക്കെ. എന്താണ് ജിഷ? ബംബ്ലൂസ് നാരങ്ങയില്ലേ? ബംബ്ലൂസ് നാരങ്ങ. ബംബ്ലൂസ് നാരങ്ങ. ഓക്കെ, അതിന് വേറെന്താ പേര് അറിയുമല്ലോ? വേറെന്താ പേര് പറയുന്നത്? വലിയൊരു നാരങ്ങ കണ്ടിട്ടില്ലേ? മധുര നാരങ്ങ, അങ്ങനെ എന്താ പറയുന്നത്? മാതള നാരങ്ങ, മാതള നാരങ്ങ, അല്ലെങ്കിൽ ഗണപതി നാരങ്ങ. ഓരോ നാട്ടിലും ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വ്യത്യാസമായിരിക്കും അല്ലെ? ഓക്കെ, പേരുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ അതർ പാലുൽപ്പന്നങ്ങള് മിൽക്ക് ഷുഡ് ഓൾസോ ബി ഗിവൻ ഇൻ എ ഗുഡ് അമൗണ്ട്സ്. ഓൾസോ ഓവർ എംഫസൈസ് ഷുഡ് ബി അവോയ്ഡഡ്. If a child does not take milk, alternate milk preparation like curd, paneer, custard, pudding can be used. അവിടെ എന്താ പറയുന്നത്? പാലുൽപ്പന്നം, പാല് കൊടുക്കും. ഒരാൾ ബാക്കി ആരും ഇല്ലേ? ഒരാൾ. ഞാൻ പറഞ്ഞോട്ടെ. ദീപിക പറഞ്ഞോ. പാൽ ഉൽപ്പന്നങ്ങൾ പറഞ്ഞാൽ നമുക്ക് പനീര് കൊടുക്കാം, തൈര്, ചീസ്, വെണ്ണ, നെയ്യ്, ചോറിന്റെ കൂടെ ഒക്കെ നെയ്യ് നമ്മൾ കുഴച്ച് കൊടുക്കാം. അതൊക്കെ ഹെൽത്തിയാണ്. മോനെ ഒരു മിനിറ്റ്. അതായത് പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണ് അല്ലെ? പാല് പാടെ കുടിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, എക്സ്ട്രാ പാലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് അങ്ങനെ കുടിക്കാത്തവർക്ക് എന്തൊക്കെ കൊടുക്കാം പാലുമായി ബന്ധപ്പെട്ടത്? പറഞ്ഞോ. തൈര്, വെണ്ണ, നെയ്യ്, പിന്നെ ചീസ്, പനീര്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പുഡിംഗ് കൊടുക്കുന്നുണ്ടോ? പുഡിംഗ് അല്ലെ? മിൽക്ക് പുഡിംഗ്.
കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്താണ് പാല് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാത്ത കുട്ടികൾക്ക് എന്താണ് ഇത്തരത്തില് പാലുൽപ്പന്നങ്ങളായി ബന്ധപ്പെട്ട അതർ ഫുഡ് ഐറ്റംസ് അല്ലെ, പാലുമായി ബന്ധപ്പെട്ട അതർ ഫുഡ് ഐറ്റംസ് നമ്മൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അതായത് കേർഡ്, പനീർ, കസ്റ്റാർഡ്, ഖീർ, പുഡിംഗ് ക്യാൻ ബി യൂസ്ഡ്. ഇത്തരം നമ്മള് പാല് ഒഴിവാക്കണം. അപ്പൊ അത്തരം മിൽക്കുമായി ബന്ധപ്പെട്ട, അതായത് പാലുൽപ്പന്നമായി ബന്ധപ്പെട്ട ഭക്ഷണക്രമങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങൾ, മറ്റ് ഭക്ഷണക്രമങ്ങൾ, അതായത് കേർഡായിട്ടോ പനീറായിട്ടോ കസ്റ്റാർഡായിട്ടോ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത് എത്തിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലോ മീറ്റ്, ഫിഷ്, എഗ്, മീറ്റ്, ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാം. നോൺ വെജിറ്റേറിയൻസിന് എന്താ കൊടുക്കേണ്ടത്? മീറ്റ്, ഫിഷ്, എഗ്, മീറ്റ് അല്ലെ, മുട്ട, ഇറച്ചി, മത്സ്യവിഭവങ്ങളെല്ലാം തന്നെ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പൊ പ്രീ സ്കൂളേഴ്സിന്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് കൺസോളിഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. ആ പാരഗ്രാഫ് ഒന്ന് ചെറുതായിട്ട് എന്ന് പറഞ്ഞേ. ഒരാള് അല്ലെ, ഓരോ പോയിന്റ് ഓരോരുത്തരായിട്ട് പറയാം കേട്ടോ. പ്രീ സ്കൂൾ ഞാൻ പറയട്ടാ. പറഞ്ഞു. പ്രീ സ്കൂൾ കുട്ടികൾക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള സീരിയൽസ്, പൾസസ്, വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് കൊടുക്കണം. ഓക്കെ. അടുത്ത ആള് പറഞ്ഞേ. ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ അതില് സ്പിനാച്ച്, ബീൻസ്, പയറുവർഗ്ഗങ്ങള് അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസും പിന്നെ മുരിങ്ങ, ചീര പോലുള്ളതെല്ലാം ആഡ് ചെയ്യണം. സിട്രസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കണം. അതായത് മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി, അങ്ങനെ ബെറീസിൽ പെടുന്ന അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും ഇതിൽ ഉൾപ്പെടുത്തണം. മിൽക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതാണ്. അതായത് പാലിപ്പ ഡയറക്റ്റ് ആയിട്ട് കുടിക്കാത്ത കുട്ടികൾക്ക് കടം. പറഞ്ഞോ. എല്ലാ കുട്ടികളും പാല് കുടിക്കണം എന്നില്ല. അപ്പൊ അവർക്ക് പാലാണെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ പാല് കുടിക്കാത്ത കുട്ടികൾക്ക് അത് പിന്നെ കേർഡായിട്ടോ അല്ലെങ്കിൽ പനീർ, കസ്റ്റാർഡ്, ഗീർ, പുഡിംഗ് ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ആ രീതിയിൽ അവരെ കൊണ്ട് അത് കഴിപ്പിക്കാം. പിന്നെ മാം യെല്ലോ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം. ഓറഞ്ച്, വെജിറ്റബിൾസ്. നോൺ വെജിറ്റേറിയൻ ആയ കുട്ടികൾക്ക് എഗ്, മീറ്റ്, ഫിഷ് ഇവ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പൊ ആ പാരഗ്രാഫ് മനസ്സിലായോ? യെസ് മാം. Then third para. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. ഏത് തരത്തിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്? അതായത് ഭക്ഷണക്രമത്തില് അല്ലെ, ഭക്ഷണം എത്ര നേരമാണ് കൊടുക്കേണ്ടത്? നമ്മള് ഒരു നേരമാണോ കൊടുക്കുന്നത്? അളവ് കുറച്ച് പല തവണയായിട്ട് അല്ലെ, മാക്സിമം 5 6 തവണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അതായത് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ, ബാലൻസ്ഡ് ആയിട്ടൊരു ഡയറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് എല്ലാ വിഭവങ്ങളും പ്രോട്ടീൻസും മിൽക്ക് പ്രോഡക്റ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം ഒരു ദിവസം അല്ലെ. ഒരു ദിവസം അത് ഉൾപ്പെടുത്തണം. ഏതെങ്കിലും ഒന്നെങ്കിൽ പ്രോട്ടീൻസോ വെജിറ്റബിൾസ് മാത്രമായിട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം പാലുൽപ്പന്നങ്ങൾ മാത്രമാകും. എങ്ങനെ വേണമെങ്കിലും, അത് നിങ്ങളുടേതായ ഇഷ്ടത്തില്. പക്ഷെ ഒരാഴ്ചയെങ്കിലും ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഒരു കുട്ടിയുടെ ഉള്ളില് എത്തിയിരിക്കണം.
അത് എന്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്? എന്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്? ഡയറ്റില്. ഡയറ്റില്. അതിന്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. യൂസിങ് എ വെറൈറ്റി ഓഫ് അറേഞ്ച്മെന്റ്സ്. എന്താണ് യൂസിങ് എ വെറൈറ്റി ഓഫ് അറേഞ്ച്മെന്റ്സ് helping meeting the nutrition needs easily as well as developing a taste in the preschooler. എങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് അവരൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്? എന്താണ് വൈവിധ്യമാർന്ന ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെ? അതായത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മളിപ്പോ ഒരു എന്താണ് പുൽസായി അല്ലെങ്കിൽ ഒരു പുൽസായി എടുക്കുമ്പോ എന്താണ് അതിന്റെ മഞ്ഞ കൊണ്ട് അതൊരു ആളുടെ രൂപത്തിലാകുന്ന ഒരു സ്മൈലി പേഴ്സന്റെ രൂപത്തിലാകാൻ പറ്റില്ല. നമ്മൾക്ക് ഉണ്ടാക്കാറില്ല. നമ്മള് ദോശപ്പെടുമ്പോഴോ ഇവിടെ ഉണ്ടാക്കാറുണ്ട്, മോക്ക് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവരത് കണ്ടിട്ട് അവർ ആ ഒരു കഥാപാത്രം വിചാരിച്ചു അല്ലേ? ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഒരു സ്റ്റിക്കില് വെറൈറ്റി ഫ്രൂട്ട്സ് ഇങ്ങനെ കളറുകൾ ഇതാക്കി കൊടുക്കാം. ഓറഞ്ച്, യെല്ലോ അങ്ങനെയൊക്കെ പല ഷേപ്സുകളിലും പല അറേഞ്ച്മെന്റും. ഇനിയിപ്പോ ഇതൊന്നുമല്ല, നല്ലൊരു ഭംഗിയുള്ള പ്ലേറ്റ് കൊടുത്താൽ പോലും എന്താണ് അവർ ഭയങ്കര ആസ്വദിച്ചത് ഭയങ്കര ഇതായിട്ട് കഴിക്കത്തുള്ളൂ. പിന്നെ എന്താണ് ഒരുപാടൊന്നും കൊടുക്കരുത്, വളരെ ചെറിയൊരു അളവിൽ കൊടുക്കും. ഒരുപാടായാലും അവർ കഴിക്കില്ല. കുറച്ച് നല്ലൊരു അളവിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം. അല്ല പാരന്റ്സിന് നേരെ ഇല്ലാത്തതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എങ്കിലും കിട്ടുന്ന സമയത്തില് ഇപ്പൊ എന്താണ് ഒരു പുൽസായി എടുക്കുമ്പോ എന്താണ് ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു കുക്കുമ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ അവരുടെ വയറ്റിലൊക്കെ ചെയ്യും. അതായത് സാധാരണ ഒരു മുട്ട വറുത്ത് കൊടുത്താലൊന്നും എന്താണ് ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ്സ് ഉൾപ്പെടുത്തണമെന്ന് വളരെ നല്ലതായിരിക്കും. അത് ഏത് വയസ്സുള്ള കുട്ടികൾക്കാണ്? 3 to 6 years വരെയൊക്കെ നമുക്കത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ? ഒരു പ്രായം കഴിഞ്ഞാലും ഇതൊന്നും നമുക്ക് കൊടുക്കാനൊന്നും സാധിക്കില്ല. എന്താ കാണിച്ചു വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു അല്ലേ? അപ്പൊ എന്താണ് എന്ത് അറേഞ്ച്മെന്റ്സ് ചെയ്താൽ പോലും എത്ര ക്രിയേറ്റ് ആയിട്ട് ഫുഡുകൾ ഉണ്ടാക്കിയാലും അതെല്ലാവരും ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അത് തയ്യാറാക്കേണ്ടത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് എന്തുണ്ടാക്കി കൊടുത്താലും അവരത് എന്തായാലും കഴിച്ചിരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കൊടുക്കുമ്പോഴാണ് മിക്കവാറും കുട്ടികൾ അത് ഒഴിവാക്കുന്നത് അല്ലെ? അവരുടെ ടേസ്റ്റ് പ്രത്യേകിച്ച് അമ്മമാർക്കാണ് അറിയാവുന്നത്. അച്ഛന്മാർക്കും അറിയാം കേട്ടോ, ഇല്ലാന്നല്ല, രണ്ടുപേർക്കും അറിയാൻ പറ്റും. വീട്ടിൽ അറിയാവുന്നവരായിരിക്കാം. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും കഴിച്ചിരിക്കും. പിന്നെ കഴിക്കാത്ത ഫുഡ്സുകളാണ് നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ചില ഫുഡ്സുകൾ അവർ ഒഴിവാക്കും. അപ്പൊ അതെന്താണ് അതിന് വെറൈറ്റി രീതികൾ കണ്ടുപിടിക്കുക. എങ്ങനെ കൊടുത്താൽ ഇപ്പൊ ഇയാൾ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കയറ്റി വെച്ചിട്ട് കൊടുത്താൽ ചില കുട്ടികൾ കഴിക്കുമെന്ന്. അതൊക്കെ അവരുടെ ഒരു അവരിപ്പോ ടിവിയിലൊക്കെ പലതരം പരസ്യങ്ങളൊക്കെ കാണിക്കണം. അപ്പൊ അതൊക്കെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവർ ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതേപോലെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ കുറെയൊക്കെ ഭക്ഷണം കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. Teachers can help parents by telling some instructions for useful foodstuffs. അതായത് ഇതില് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൈവറ്റ് കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ ടീച്ചേഴ്സിനായിരിക്കാം ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫുഡ് സ്റ്റെപ്സ് എന്നവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഫുഡ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നാല്? പാത്താസ്. എന്താണ് പാത്ത? അതായത് നമ്മളുടെ വെജിറ്റബിൾസ് നമ്മൾ ഇത് കണ്ടിട്ടില്ലേ? ബർഗർ ഒക്കെ കണ്ടിട്ടില്ലേ? സ്റ്റഫ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾസ്. അതുപോലെ തന്നെ എന്താ പറയാ കട്ട്ലറ്റ് ഒക്കെ വെച്ചിട്ട് ബർഗർ കണ്ടിട്ടില്ലേ നിങ്ങള്? അതൊക്കെ നമ്മുടെ ഇടയില് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് സ്റ്റഫ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്.
അത് മാത്രമല്ല നമ്മൾക്ക് ഇപ്പൊ ബ്രെഡ് എടുത്തിട്ടാണെങ്കിലും ബ്രെഡിൽ എന്താണ് ഒരു മുട്ടയോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് കണക്ക്. എന്ന് പറയൂലേ? അങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടല്ലേ സ്റ്റഫ്ഡ് ഫുഡ്സ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് എല്ലാ മിക്സ് ചെയ്തിട്ടും കൊടുക്കാറുണ്ട്. വെജിറ്റബിൾസ് ആയിട്ട് കൊടുക്കാം. ചിക്കൻ കൊടുക്കാറുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ കണ്ടിട്ടില്ല. ഫുഡ് സ്റ്റഫ്ഡ് ഫുഡ്സ് ആണ്, അതിനാണ് സ്റ്റഫ്ഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അതായത് ചീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ചപ്പാത്തിയുടെ റോൾസ് അല്ലെ, റോളിൽ എന്തൊക്കെ ഉൾപ്പെടാറുണ്ട്? നമ്മൾ ക്യാബേജ്, ക്യാരറ്റ് അതൊക്കെ വെച്ചിട്ട് പിന്നെ എന്താണ് ചിക്കന്റെ കുറെ പീസസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അപ്പൊ അതിനൊക്കെ എന്താണ് ഒരുപാട് ന്യൂട്രിയൻസ് കുട്ടികൾക്ക് കിട്ടുന്നു. അപ്പൊ അതുപോലെ എന്താണ് അതൊക്കെ ക്രിയേഷൻ ആണ്. നേരത്തെ പറഞ്ഞ ക്രിയേഷൻ തന്നെയാണ് അത് കേട്ടോ. അതുപോലെ ഫുഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഓക്കെ, മിക്സ്ഡ് വെജിറ്റബിൾസ്, റൈസ്, അതുപോലെ നമ്മൾ റൈസിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താറില്ലേ? വെജ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റൈസിലെല്ലാം വെജിറ്റബിൾസ്, ഫ്രൈഡ് റൈസിലെല്ലാം നമ്മള് ബീൻസ്, ക്യാരറ്റ് ഓക്കെ അതിലൊക്കെ എന്താണ് നമ്മൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞതാണ് വെജിറ്റബിൾസ്, റൈസ്, ഫ്രൂട്ട്സ്, ക്രീംസ്, സ്റ്റീവ്ഡ് ഫ്രൂട്ട്, സ്വീറ്റ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ്. ഏതൊക്കെയാണ് സ്വീറ്റ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ്? ക്യാരറ്റ് ഹൽവ, ഫ്രൂട്ട്സ് വെജിറ്റബിൾ മിക്സ്, ലസ്സി. ലസ്സി കുടിപ്പിക്കാറുണ്ടോ കുട്ടികളെ കൊണ്ട്? ലസ്സി എന്താണ് ലസ്സിയുടെ ടേസ്റ്റ്? എന്താണ് ലസ്സിയുടെ ടേസ്റ്റ്? ക്ലിയർ ആയില്ല. പുളിയും മധുരവും പുളിയും മധുരവും കൂടി. അപ്പൊ ഏതിലാണ്, എന്തുകൊണ്ടാണ് ലസ്സി ഉണ്ടാക്കുന്നത്? അപ്പൊ തൈര് കൊണ്ടിട്ടല്ലേ? തൈരിൽ എന്തിടുന്നുണ്ട്? പിന്നെ പക്ഷെ എല്ലാ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ലല്ലോ. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അത്? ഷുഗർ ഇട്ട് നമുക്ക് തൈരായിട്ട് കഴിക്കുന്നതന്നെയാണ് നല്ലത്. പക്ഷെ ലസ്സി അത് വേറെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ എല്ലാ കുട്ടികളും ഇതൊന്നും കഴിക്കണമെന്നില്ല. അതെ, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. എന്താണ്? മിൽക്ക് ഷേക്സ് അല്ലെ? ഏത് തരം വെറൈറ്റി മിൽക്ക് ഷേക്ക് അടിച്ചു കൊടുത്താലും കഴിച്ചോളും അല്ലെ? ഏത് തരം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ചൂടുകാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഷേക്ക് കഴിച്ചിട്ടുണ്ടാവാം കുട്ടികള്. ഇത് തൊട്ട് മുന്നേ കഴിഞ്ഞ ഒരു ചൂടുകാലം ഉണ്ടായില്ലേ? ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നില്ല ഇത്? നിങ്ങൾക്ക് എങ്ങനെയാണോ? ഞങ്ങൾക്ക് എറണാകുളത്ത് എങ്ങനെയായിരുന്നു കേട്ടോ. അതെ, നല്ല ചൂടായിരുന്നു. ഭയങ്കര ചൂടാണ്. ഏറ്റവും കുട്ടികളെ ഏറ്റവും കൂടുതൽ മിൽക്ക് ഷേക്സ് അതുപോലെ തന്നെ ലൈംസ് ഒക്കെ കഴിച്ചിരിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. രാത്രി പകലും എല്ലാ ടൈമിലും. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സുകളാണ്? ഫ്രൂട്ട് സ്റ്റഫുകള്, വെജിറ്റബിൾ റൈസുകള്, ക്രീം ഫ്രൂട്ട്സുകള്, സ്വീറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ് ഹൽവ, ലസ്സി, മിൽക്ക് ഷേക്സ്, അതൊക്കെ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ എന്താണ്? വെറൈറ്റി ഓഫ് ഫുഡ്സിൽ ഉൾപ്പെടുത്തുക. Then process such as germination, sprouting of whole pulses. എന്താണ്? നമ്മള് പയറ് മുളപ്പിച്ച് കഴിക്കാന്ന് കേട്ടിട്ടുണ്ടോ? പയറ് മുളപ്പിക്കുക, ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ പയറുകള് അതുപോലെ കാര്യങ്ങൾ ജെർമിനേഷൻ പ്രോസസ് നമ്മൾ മുളപ്പിച്ചു കഴിക്കുന്നു കേട്ടോ. ചെറുപയറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറ് അല്ലെ? ചെറുപയർ മുളപ്പിച്ചിട്ട് അതിൽ പീരയൊക്കെ തേങ്ങാ പീരയൊക്കെ ചേർത്തിട്ട് ചിലർ കഴിക്കാറുണ്ട്. കുട്ടികള് കഴിപ്പിക്കണം. ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ഭക്ഷണമാണ് അത്. ഓക്കെ, helps in increasing the nutrient value of food items. അത് പയർ മാത്രമായിട്ടല്ല, അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ എന്താണ് വെജിറ്റബിൾസ്, നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട്. ഇപ്പൊ പയറിൽ എന്താണ്? ഇപ്പൊ നട്ട്സുകൾ, ഏതൊക്കെ നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റും? ഈ മുളപ്പിച്ച പയറിനുള്ളില് നമുക്ക് ഇത് കാഷ്യൂ നട്ട്സ് ഉൾപ്പെടുത്താൻ പറ്റും.
പീനട്സ് അല്ലെ, കപ്പലണ്ടി എന്നിവയൊക്കെ ആയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് അളവിൽ കേട്ടോ. ബദാം ഇതൊക്കെ വളരെ കുറച്ച് അളവിൽ മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ അവർ കഴിക്കാവുന്ന രീതിയിൽ, ഒരുപാടൊന്നും ഉണ്ടാക്കരുത്. ബൗളിൽ ഒരു ചെറിയ തരം ഒരു 10-15 സ്പൂൺ കഴിക്കാവുന്ന അത്രയും മതി. 10 സ്പൂൺ മാക്സിമം അത്രയും കഴിക്കാവുന്ന വിധത്തില് അത് ഏജും ആളുടെ ഹെൽത്തും നോക്കിയിട്ട് വേണം ഭക്ഷണം കൊടുക്കേണ്ടത്. വളരെ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും വളരെ കുറഞ്ഞ അളവിൽ മാത്രം അവർക്ക് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് 5 to 6 സ്മോൾ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. 5-6 തവണയായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്തിനാണ് ചെറിയ അളവില് കുട്ടികൾക്ക് ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലെ ന്യൂട്രിയൻസ് ഐറ്റംസുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഫുഡ്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. ഇനി പക്ഷെ അണ്ടർ ഇൽനസ് the food chosen would depend upon diseases. ഇനി ഒരു കുട്ടിക്ക് ഒരു പനി വന്ന ഒരു കുഞ്ഞിന് ഏത് തരത്തിലുള്ള ഭക്ഷണമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ഒരാള് പറഞ്ഞേ കഞ്ഞി പോലത്തെ ഭക്ഷണം, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് കൊടുക്കണം. ലിക്വിഡ് ഫുഡ്, പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഫുഡ്. ഏത് തരം ഫുഡാണെന്നാ ടീച്ചർ ചോദിച്ചത്? ലിക്വിഡ് ഫുഡ്, ജ്യൂസസ്, ബ്രെഡ്, ഇതൊക്കെയാണ് സെമി ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ്, കഞ്ഞി. കഞ്ഞി അല്ലെ, ആ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള കഞ്ഞി. ഓക്കെ, ദെൻ ബ്രെഡ്, റസ്ക്, ബണ്ണ്, ദെൻ ആരോറൂട്ട് ബിസ്ക്കറ്റ്. ചില ടൈമില് ആരോറൂട്ട് ബിസ്ക്കറ്റ് കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ് അല്ലെ, ഒരു പനി ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ്, ധാരാളം വെള്ളം കുടിപ്പിക്കുക, ചൂടുവെള്ളം നന്നായിട്ട് കുടിപ്പിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ ഒരു ഇല്ലസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ, രോഗം ബാധിച്ച ശേഷം എന്താണ് ഇത്തരത്തിലുള്ള മിതമായ ഫുഡുകൾ മാത്രമേ, അതായത് പെട്ടെന്ന് ഡൈജസ്റ്റബിൾ ആവുന്ന ഫുഡുകള്, പെട്ടെന്ന് ദഹിക്കാവുന്ന തരത്തിലുള്ള ഫുഡുകൾ മാത്രമേ ഏതെങ്കിലും അസുഖ സംബന്ധമായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക്, അതിന്റെ അസുഖത്തിനാൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഹെവി ഫുഡ്സുകൾ കൊടുത്താല് എന്താണ് ഒരുപാട് ഹാർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ ഒരു ടൈമിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഞ്ഞിന്റെ അസുഖം കൂടുവാനും എന്താണ് ഛർദ്ദൽ പോലുള്ള അവസ്ഥകളിലേക്കും വയറ് സംബന്ധമായ പോവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കുക. കൂടുതൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ്സുകൾ കുഞ്ഞിന് കൊടുക്കുക. ദെൻ the food chosen would depend upon diseases, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. കണ്ടോ, ഏറ്റവും ചെറിയ അളവിലുള്ള, അതായത് ഈ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക. ഏതൊരു ടൈമിലെ ഒരു കുഞ്ഞിന് അസുഖം ബാധിച്ചിരിക്കുന്ന ടൈമില്. Then never strain a child during illness. എന്താണ് പറയുന്നത്? ഒരു കുട്ടിയെ പാടില്ലാതിരിക്കുന്ന, സുഖമായിരിക്കുന്ന സമയത്ത് പട്ടിണിക്കിടുവാൻ പാടുള്ളതില്ല. ഭക്ഷണം തന്നെ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവരുടെ ഹെൽത്തിന് എന്താണ് പാടില്ല എന്നെങ്കിലും എന്താണ് അസുഖം ബാധിച്ചാലും കുഞ്ഞിന് ആവശ്യമുള്ള ഫുഡ് അല്ലെ, ഒരു സമയം ആവശ്യമുള്ള ഫുഡ് അതിന് കൃത്യമായി തന്നെ നൽകിയിരിക്കണം. അസുഖമാണെന്ന് കരുതി ഒരിക്കലും ഭക്ഷണം കൊടുക്കാതിരിക്കരുത്. ചിലവര് കുഞ്ഞിന് പനി വന്നാല് ഫുൾ കഞ്ഞി മാത്രം കൊടുക്കും, വേറെ ഒരു ഭക്ഷണവും കൊടുക്കില്ല. കഞ്ഞി വെറുതെ വെള്ളം മാത്രമായിട്ട് കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഇത് മതി എന്ന് പറയാം. പക്ഷെ എന്താണ്, അത് മാത്രമല്ല, പക്ഷെ ഒരു 14 നേരം കഞ്ഞിയാകുമ്പോൾ കുട്ടികൾ അത് കഴിക്കില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ഇതുപോലെ ബ്രെഡോ ബിസ്ക്കറ്റ്സുകളോ അങ്ങനെ പെട്ടെന്ന് ദഹിക്കാവുന്ന തരത്തിലുള്ള ഏത് തരം ഫുഡും ഒരു അസുഖമുള്ള സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, അത് കഴിക്കാതെ അവര് എന്താണ് കൂടുതൽ തളർച്ച വരാനായിട്ട് ചാൻസസ് ഉണ്ടാവും. വാശി കൂടും. ഒന്നാമത് എന്താണ്, അസുഖം സംബന്ധിക്കുന്ന കാര്യത്തിൽ അസുഖമുള്ള ടൈമില് കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും അല്ലെ, ഭക്ഷണം കഴിക്കാനായിരിക്കും പ്രത്യേകിച്ച്. കൂടെ എന്താണ് മരുന്നുണ്ടോ, അതിന്റെ ക്ഷീണം, വാശി എല്ലാം കൂടി എന്താണ്
കുഞ്ഞ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താണ്, അതിനേക്കാളും വലിയ വാശിയിലായിരിക്കും നമ്മൾ പാരന്റ്സ്, അല്ലേ? പാരന്റ്സിനാണ് കുട്ടികളെക്കാൾ കൂടുതൽ വാശി കൂടുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതെ, നമ്മൾക്കാണ് വാശി കൂടുതൽ. അവരിത് കഴിക്കണം അത് കഴിക്കണം എന്ന് വാശിപ്പെടുന്നതും മിക്ക പാരന്റ്സ് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ ഉള്ളിലെ ടെൻഷൻ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് നല്ല ടീച്ചർ. എന്താണ്? ഫ്രൂട്ട്സ് കൊടുക്കുന്നത് നല്ലതാണ്. ഓട്സ് കൊടുക്കുന്നത് നല്ലതാണല്ലോ. പാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടതാണേ, ഈ പനിക്കുന്ന സമയത്ത് ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കരുത് കുട്ടികൾക്ക്, അതിലൊക്കെ മായങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ നമ്മളുടെ എല്ലാ ഫുഡ് ഐറ്റംസിലും മായങ്ങളുണ്ട്. ഈസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് വരുന്നത്. ബ്രെഡ് ഇതൊക്കെ കഴിക്കുമ്പോ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ പൊന്താനൊക്കെ വേണ്ടിയിട്ട് അതിലൊക്കെ ഈസ്റ്റ് ഇങ്ങനെയുള്ളൊക്കെ ചേർക്കും. അപ്പൊ പനിക്ക് അസുഖങ്ങൾ വരുമ്പോ അത് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും വയറുവേദന വരുന്ന പറയണ ബിസ്ക്കറ്റ്. ഗ്യാസ് പ്രോബ്ലം വരും. പറയുന്നു. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരുപാട് അളവിലൊന്നും കൊടുക്കണ്ട. കുറച്ചൊരളവിൽ 2 ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ ചെറിയ അളവിലാണ് ഭക്ഷണം കൊടുക്കാൻ പറയുന്നത്. അതൊക്കെ ഉൾപ്പെടുത്താൻ പറയുന്നത് അവരെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതൊക്കെ ചെറിയ അളവിൽ കൊടുക്കുക. എല്ലാത്തിനും എന്താ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഭക്ഷണങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് സേഫ് അല്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഭക്ഷണം ഇന്നത്തെ കാലത്ത് സേഫ് അല്ല. പക്ഷെ എന്താണ്, നല്ല ഫുഡ്സുകൾ ഉണ്ട്, നമുക്ക് അതിനില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഭക്ഷണം കൊടുക്കുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എങ്കിലും എന്താണ്, അവർ കഴിക്കുന്ന തരത്തില്ല നമ്മൾ നേരത്തെ പഠിച്ചു അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ എന്താണ് ബ്രെഡൊക്കെ ഒരുപാട് കൊടുക്കാനൊന്നും പറയുന്നില്ല. ഒരു 1-2 മാക്സിമം. അവര് കഴിക്കട്ടെ, അവരുടെ ഹെൽത്ത് അല്ലേ നമുക്ക് നോക്കണ്ടോ, അവർ കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരു വാശി പിടിക്കും, ഭക്ഷണം കഴിക്കാതിരിക്കാൻ വാശി പിടിക്കും. അപ്പൊ എന്താണ്, ഒരിക്കലും അവരെ പട്ടിണിക്ക് ഇടാതെ തന്നെ എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു ഹെൽത്ത് പീരീഡ്, ആ ഇൽനെസ് പോകുന്ന ടൈം വരെ എന്താണ് അവരെ ആരോഗ്യമായിട്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡൈജസ്റ്റ് ആണ് ഫുഡുകൾ കൊടുക്കുക. ഇനി മെഡിക്കൽ ആൻഡ് ഡയറ്ററി അഡ്വൈസ് ഷുഡ് ബി സ്ട്രിക്റ്റ്ലി അഡ്ഹെർഡ് ടു. ഉണ്ടോ? എന്താണ് പറയുന്നത്? മെഡിക്കൽ ആൻഡ് ഡയറ്ററി അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസും കൂടി വാങ്ങിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഏതുതരം ഫുഡ്സുകൾ കൊടുത്താലും ഏതുതരം ന്യൂട്രിയൻസ് ബാലൻസ് ഡയറ്റുകൾ ഫോളോ ചെയ്താലും ഒരു ഡോക്ടേഴ്സ് തരുന്ന അഡ്വൈസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം എന്താണ്, നമ്മൾ അവര് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതും അസുഖം മാറ്റിയെടുക്കുന്നതും, അല്ലേ? അപ്പൊ എന്താണ്, അവരുടെ അഡ്വൈസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായിട്ടും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക, ഹൈ ന്യൂട്രീഷൻസ് ഉൾപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് അതർ ഫുഡ് ഹാബിറ്റ്സ്. അതർ ഫുഡ് ഹാബിറ്റ്സ് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് മാത്രം വായിച്ചേ. ഫസ്റ്റ് പാരഗ്രാഫ് അതായത് മറ്റു ഭക്ഷണങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ബാലൻസ്ഡ് ഡയറ്റിന് ഏതെല്ലാം ഭക്ഷണക്രമങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഏതൊക്കെ തരം ആവശ്യകതയുണ്ട് ഒരു 3 മുതൽ 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഏതെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ ഈ പാരഗ്രാഫില് ഡയറ്ററി റിക്വയർമെന്റ്സിൽ പറഞ്ഞാലേ. ഇത്തരം ഭക്ഷണങ്ങളാണ് ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായോ ഏതൊക്കെ കാര്യങ്ങളാണെന്ന്? മനസ്സിലായി മിസ്. അതർ ഫുഡ് ഹാബിറ്റ്സ്, മറ്റ് ഭക്ഷണക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഇറ്റ് ഈസ് ബെറ്റർ ടു വായിച്ചേ. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat in order to develop taste. Less likable foods can be offered when the child is very hungry, followed by more likable foods. By this age, ഓക്കെ മതി. ഓക്കെ,
ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് സ്ട്രോങ് ഫ്ലവേഴ്സ്. ഒന്ന് പറഞ്ഞിടോ, എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ടു മച്ച് സ്പൈസി ആയ ഫുഡ് ഒഴിവാക്കണം കുട്ടികൾക്ക്. ഓക്കെ. അതുപോലെ തണുത്തതും ഒരുപാട് ചൂടുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക. അനുസരിച്ച് ഫുഡ് തയ്യാറാക്കുക. ഓക്കെ. ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. ഒരുപാട് തണുത്തതും ചൂടായിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് മസാലകൾ അടങ്ങിയത് അല്ലെ, മെനി സ്പൈസസ്, സ്പൈസി ഫുഡ്സുകൾ ഒഴിവാക്കുക. അതായത് ജങ്ക് ഫുഡ് ആണോ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ജങ്ക് ഫുഡുകള് കുഞ്ഞുങ്ങളിലൊന്നും ഒഴിവാക്കുക. ഇനി the child should never be forced to eat. കാരണം കുട്ടികൾ ഒരിക്കലും ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. In order to develop tasteless likable foods can be offered when child is very hungry. എന്താണ് അവിടെ പറയുന്നത്? വിശപ്പില്ലാത്ത സമയത്ത്. വിശപ്പില്ലാത്ത സമയത്ത് എന്ത് കൊടുക്കണം എന്നാണ്? അവർക്ക് ഫുഡ് കൊടുക്കാൻ, അവർ ഫോഴ്സ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കാൻ പാടില്ല, നിർബന്ധിച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ നല്ല വിശപ്പുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ കുറേശ്ശെ കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പോഴെന്താണ്, അവർ കഴിക്കും. നല്ല വിശപ്പുള്ള സമയത്ത് കൊടുത്താൽ എന്താണ്, എന്ത് കൊടുത്താലും അതിപ്പോ ആരായാലും കഴിക്കും. ഓക്കെ. അപ്പൊ എന്താണ്, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ള സമയത്ത് എന്ത് കൊടുത്താലും കുട്ടികൾ അത് കഴിക്കും. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ മാത്രമാണ് എന്തെങ്കിലും കഴിക്കാത്ത ഏതെങ്കിലും ഫുഡ്സുകൾ ഉൾപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതുപോലെ ചില കുട്ടികളൊന്നും ചീര അതുപോലുള്ള കാര്യങ്ങളൊന്നും, ഇലക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, ചോറിലൊക്കെ കുഴച്ച് റൈസിന്റെ കൂടെ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. നോട്ടും തന്നാ മതി. എന്തായാലും ഇനി കുറച്ച് പോർഷനുകൾ എടുക്കാൻ, അപ്പൊ ആ സമയത്ത് നോട്ടും കൂടി തന്നാ മതി അടുത്ത ക്ലാസ്സില്. നോട്ട്സ് തന്നെ കാര്യം ചോദിക്കട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്, നോട്ട്സിന്റെ കാര്യം ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ. ഇതിത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നോട്ട്സ് ആയിട്ട് വേണമെന്നില്ല. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മതി. ഒരു 10-15 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മതി. എടോ, പേരെന്താണോ? റിഷാന. അല്ല, ഞാൻ മിസ്സിനോട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. എനിക്ക് അപർണ മിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപർണ മിസ് നോട്ട്സ് തരാറുണ്ടോ? അപർണ മിസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരും. 15 ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററും കഴിയുമ്പോൾ തരും. ചാപ്റ്റർ കഴിയുമ്പോൾ തരുള്ളൂ. നിങ്ങൾക്ക് എനിക്കണ്ട, ചാപ്റ്ററിൽ എന്തായാലും തരും കേട്ടാ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ആരും പറയണ്ടേ? Yes, ma'am. Confidence, the secret of a man's success. Signing out by Pinky. Okay, thank you. Thank you, ma'am. Thank you, ma'am. Okay, thank you, ma'am. ഹലോ ആതിര മാം, തേഴ്സ്ഡേ ആതിര മാമിന്റെ ക്ലാസ് ആണോ? അതെ 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 അതെ. ശരി. ഓക്കെ, താങ്ക് യു മാം. ഇന്ന് മിസ് ഇല്ലാത്തോണ്ട്, മിസ് ലീവ് ആയതുകൊണ്ട് കയറിയതാണ് കേട്ടോ. ശരി മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.